യുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ ഒന്നാണ്. കോഴിക്കോട് ജില്ലക്കകത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കുറച്ച് അപകടം നിറഞ്ഞ സ്പോട്ടാണ്. ഇവിടെ കുറച്ച് നിരോധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, മഴക്കാലത്തൊന്നും ഇവിടേക്ക് പ്രവേശിക്കാതിരിക്കുക. വളരെ അപകടം നിറഞ്ഞ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഇത് ഒരു വലിയൊരു പ്രശ്നമില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പല ഹിൽസിൻ്റെ മുകളിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ താഴോട്ട് വീണാൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മറ്റ് കാഴ്ചകൾ കാണാം. ആദ്യത്തെ സൈൻ ബോർഡാണിത്. നമുക്ക് യാത്ര തുടരാം. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. ഞാനിതിൻ്റെ ഒരു വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൈവരികളോ കാര്യങ്ങളോ ഒന്നുമില്ല. റൈറ്റ് തന്നെ ഇങ്ങനൊരു ചെറിയൊരു പൂള്, ഒരു ചെറിയൊരു പൂള് പോലത്തെ ഒരു സംഭവം കാണാം. ഇത് ഞാൻ നിങ്ങളോട് പറയാം, വരുന്ന സമയത്ത് കുട്ടികളൊക്കെ ആയിട്ട് വരാൻ നിൽക്കുക, അതാണ് ബെറ്റർ. കാരണം ചെറിയ കുട്ടികളാണ്, അവർ താഴോട്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇത് പാറയാണ്, കംപ്ലീറ്റ്ലി ഒരു കോറിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വൻ തോതിലുള്ള, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും തോതിലുള്ള വലിയ അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളായിട്ട് തന്നെ വരാതെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമുക്കങ്ങനെ യാത്ര തുടരാം. അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. വളരെ എന്താ പറയുക, ഒരു മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര ആംബിയൻസ് തന്നെ ഉണ്ടാവും. കാരണം ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആംബിയൻസൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ പക്ഷം നിങ്ങൾ ഇത്തരം മഴക്കാലത്ത് ഇവിടെ വരരുത് എന്നുള്ളതാണ്. നമുക്ക് ഒരു ഇത്തരം കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഓക്കെ, വളരെ നൈസായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഇത്തരം കാലാവസ്ഥകളിലൊക്കെ നമുക്ക് ഇവിടെ വരുന്നതിൽ വലിയ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ത് ശാന്തസുന്ദരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. എന്ത് ഭംഗിയാണ്! ആ പൂക്കളും അതിൻ്റെ ഈ പച്ചപ്പും കാടുകളൊക്കെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം നിങ്ങളെ. വളരെ എന്താ പറയുക, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഒരു ചെറിയൊരു സംഭവം, ഈ ഒരു ചെറിയൊരു പാറനാൽ നിർമ്മിക്കപ്പെട്ട ഹിൽ എന്നൊക്കെ പറയാം. ഇത് മുൻകാലത്തൊരു വൻ കോറിയായിരുന്നു. കുറേ ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് അങ്ങനെ പോവാം. നേരത്തെ നമ്മൾ കണ്ട തോതിലുള്ള എന്താ പറയുക, ചെറിയ ഒരു കുളങ്ങൾ പോലെ തോന്നുന്ന ചില ഭാഗങ്ങൾ, പാറക്കുളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്തരം ഭാഗങ്ങൾ ഇനിയും ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം ഇവിടെ വരാൻ. കാരണം നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങാനൊക്കെ തോന്നും. ഇതിൻ്റെ ആഴങ്ങളോ ഇതിൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല. എവിടെയൊക്കെ കല്ലുകൾ പാറകളൊക്കെ സ്പോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ വ്യക്തത ഉണ്ടാവില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം ഭാഗങ്ങളിൽ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട്, എത്ര പ്രൊഫഷണൽസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായാലും ഇത്തരം ഭാഗങ്ങളിൽ നമ്മൾ ഇറങ്ങരുത് എന്നുള്ളതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ നമ്മളെ യാത്രകൾ ചെയ്യുമ്പോൾ വളരെ സേഫായിട്ട് നിൽക്കുക. പിന്നെ ഈ കോറിയുടെ ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം അഡ്വഞ്ചർ യാത്രകൾ ഈ ഇത്തരം ഭാഗങ്ങളിൽ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. നമുക്ക് കാഴ്ചകളൊക്കെ നമുക്ക് കാണണം, നമ്മൾ ആസ്വദിക്കണം. നമ്മളെ എന്താ പറയുക, ജീവിതത്തിൻ്റെ ഓരോ നല്ല സമയങ്ങളിൽ നമ്മൾ ഇത്തരം ഒന്നുമില്ലെങ്കിൽ ഇത്തരം ചെറിയ യാത്രകളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ ജീവൻ വളരെ വാല്യുബിളാണ്. അപ്പോൾ ജീവിതം ജീവൻ ഒന്നേ ഉള്ളൂ, അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വലിയ അപകടങ്ങളൊന്നും പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇത്തരം യാത്രകൾ ചെയ്യേണ്ടത്. അതും നമുക്ക് ഏറെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇപ്പോൾ ആകുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ വരുന്ന സമയം തൊട്ട് കാണാൻ തുടങ്ങിയതാണ്, ഈ മനുഷ്യൻ എന്തിനാണ് ഇത്തരം സ്ഥലങ്ങളിൽ വന്നിട്ട് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഇവിടെയൊക്കെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ കോറിയുടെ പ്രവർത്തനമൊക്കെ ഏതോ കാലം തന്നെ നിർത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഒരുപാട് ജീവികൾ, പക്ഷികളാണെങ്കിലും മറ്റു ചെറിയ പ്രാണികൾ, തുമ്പികൾ, അങ്ങനെ പൂമ്പാറ്റകൾ, ഇങ്ങനെയുള്ള ഇവിടെ തന്നെ ഒരുപാട് മീൻ ഈ കുളങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തെയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പക്ഷികളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരം പക്ഷികളൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു തടസ്സം തന്നെയാണ് നമ്മൾ ഒഴിവാക്കുന്ന ഈ പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മളൊക്കെ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇത്തരം മേഖലകളിൽ കൊണ്ടിടാണ്ട് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെയ്യുന്ന സകല യാത്രകളിലും കാണുന്നൊരു വളരെ ദാരുണമായൊരു കാഴ്ചയാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ഇതൊക്കെ കണ്ടോ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് എത്ര മോശമായിട്ടാണ് ഇവിടെ. എന്തൊരു പരിതാപകരമാണില്ലേ നമ്മുടെ മനുഷ്യൻ
ഇങ്ങനൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഇത്തരം സംഗതികൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമുക്ക് ഒരിക്കലും എന്തായാലും വന്ന് നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ആക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഒരു പ്രത്യേകതരം അമ്പൽ ഒക്കെ ഉണ്ട് ഈ കുളങ്ങളിൽ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എന്ത് ഭംഗിയാണ് ഇവിടെ നിൽക്കുമ്പോൾ, എന്ത് പീസ്ഫുള്ളാണ്. ഇത്തരം സ്ഥലങ്ങളിലാണ് മനുഷ്യർ ഒരു പക്ഷേ ഇവിടെ ഉള്ള ആളുകളൊക്കെ തന്നെയാണെങ്കിൽ ഇവിടെ ഇരിക്കാനൊരു സംഭവം സെറ്റപ്പൊക്കെ കിട്ടി നല്ല പ്രകൃതി രമണീയമായ ഒരു ചെറിയൊരു നമുക്ക് ഈവനിങ് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ്. പക്ഷേ ഇവർ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ കളയാതിരിക്കുക എന്നുള്ളതാണ്. ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ ചില വഴികളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളാരും അത്തരം വഴികളിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം വളരെ അപകടം നിറഞ്ഞ വഴികളാണ്. താഴെ എങ്ങാനും പോയാൽ തീർന്ന്, അതിൻ്റെ അപ്പുറത്തൂടെയൊക്കെ പറ്റിപ്പിടിച്ച് കയറിയൊക്കെ വരാം എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ ചെയ്യരുത്. മറ്റേ CID മൂസയിൽ ദിലീപിനോട് പറയരുത്, തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത്. അങ്ങനെയാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് ആരും ചിന്തിക്കരുത്. വേ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പോകുന്ന വേ അല്ല, നമുക്ക് എൻട്രൻസിൽ തന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉള്ള വേ ഉണ്ട്. അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ പോയത് റൈറ്റിലേക്കുള്ള വേ ആയിരുന്നു. ഇത് ലെഫ്റ്റിലേക്കുള്ള വേ ഒന്ന് ജസ്റ്റ് നമ്മൾ പോയി നോക്കുകയാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളെ ഞാൻ ഇനിയും ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് അവരെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ക്യാമറ ഇരിക്കുമ്പോഴത്തേനെ ഞാൻ പുറത്ത് പോയി കളയുന്നുണ്ട്. ഇത്തരം ഭാഗങ്ങളിലേക്കാണ് ഞാൻ അവരെ സ്പോട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അന്യം നിന്ന് പോയ പൂമ്പാറ്റകൾ, അന്യം നിന്ന് പോയ തുമ്പികൾ, ഇവരെയൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയത് കൊണ്ടായിരിക്കും ഇവരിവിടെ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും നമ്മളെ മനുഷ്യൻ എന്ന മൃഗം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ ഭൂമി ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു ജീവജാലങ്ങളിലൊന്നാണ് മനുഷ്യൻ എന്ന് പറയുക. നശിപ്പിക്കുന്ന ഒരു ജീവജാലങ്ങളല്ല, ആകെയുള്ളൊരു ജീവജാലം, പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു ജീവജാലം തന്നെയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഇത്തരം പ്രവർത്തികൾ, ഈ ഇത്തരം പ്രവർത്തികൾ എന്തായാലും നമുക്ക് മാറ്റേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ബേസ് അടിസ്ഥാന സ്കൂളുകളൊക്കെ തന്നെയാണ്. സ്കൂളുകളിൽ നിന്ന് നമ്മൾ കൃത്യമായി പാഠഭാഗങ്ങളിൽ ഇത്തരം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതും നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന രീതിയിലേക്കുള്ള സ്റ്റഡി ക്ലാസ്സുകൾ കൊടുക്കേണ്ടതൊക്കെ അനിവാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിൻ്റെ കുറവ് കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം പരിപാടികളൊക്കെ കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കലങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഒരിക്കലും ഇവിടെ വന്നിരുന്നു. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചാടാനുള്ള ടെൻഡൻസി എന്തായാലും തോന്നും. ഒരു വൻ സാധനം കണ്ടോളൂ. ഇതിന് കുറച്ച് ഹൈറ്റ് ഉണ്ട്, ഫോൺ കുറച്ച് സൂമിലായത് കൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ തോന്നുന്നത്. അതിൻ്റെ അടുത്തൊരു സംഭവം എന്തായാലും കിഡിലൻ ഒരു ദിവസം നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഇതല്ലേ മറ്റേ ഏഴിലംപാല, ഈ പക്ഷികൾ നോക്കി, യക്ഷികളൊക്കെ താമസിക്കുന്ന പാലയല്ലേ ഇത്? അതൊക്കെ തന്നെയായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. ഇവിടെ ഈ ഭാഗം വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഞാൻ ഈ വഴി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സ്ഥിതി. അതായത് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് അത്യാവശ്യം എനിക്കെന്നെ പേടിയാവുന്നു ഉണ്ടോ. ഇതിലേക്കൊക്കെ നമ്മുടെ കരുതലില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തമാശകൾ കളിക്കുക, അങ്ങനെ ഓടിച്ചാടി കളിക്കുക, അങ്ങനെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത് താഴോട്ട് വീണ് കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഈ സൈഡും വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം അപകടങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. വളരെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ആണ്. ഉള്ളിലോട്ട് പ്രവേശിച്ചതിന് ശേഷം മറ്റൊരു വേ ആണ്. നമുക്കൊരു ടോട്ടലി മുകളിലെ കാഴ്ചയൊക്കെ കാണണമെങ്കിൽ ഈ വേ വരിക. വളരെ ശ്രദ്ധിക്കുക.
മഴക്കാലങ്ങളിൽ ഞാൻ വീണ്ടും പറയാണ്, പാറകളിൽ വഴുതി വീഴാനുള്ള ചാൻസ് ഹെവിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപകടങ്ങൾ ഒരിക്കലും വിളിച്ചു വരുത്താതെ നിൽക്കുക. ഇതാണ് അതിൻ്റെ മുകളിലെ ഭാഗം. ശരിക്കും പറയുകയാണെങ്കിൽ ആ പാറയുടെ എൻഡിലേക്കൊക്കെ പോകാൻ വലിയ പണിയില്ല. പക്ഷെ ഞാൻ പോകുന്നില്ല. എനിക്ക് സേഫ് ആൻഡ് സെക്യൂറായി നിൽക്കാൻ പറ്റിയൊരിടത്ത് അന്ന് ഞാനിതിൻ്റെ വിഷ്വൽസ് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ ആവണം നിങ്ങളുടെ യാത്രയും. നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള അഡ്വഞ്ചർ യാത്രകൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സേഫ്റ്റിയും നമ്മൾ നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഈ സ്പോട്ട് എവിടെ നിന്നല്ലേ, ഇത് വേറെ എവിടെയല്ല, കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ പെരുമണ്ണക്കടുത്ത് ഉള്ള ഒരു കോറിയാണ്, ഒരു പഴയ കോറിയാണ്. അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. പിന്നെ അത് മാത്രമല്ല, ഇത് പൂവാട്ടുപറമ്പ് റോഡ്, അതായത് പൂവാട്ടുപറമ്പ് നിന്ന് പെരുമണ്ണക്കുള്ള റോഡ് കയറി വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് ഒരു കോൺക്രീറ്റ് റോഡ് കാണാം. ഞാൻ ഈ വീഡിയോ തന്നെ കാണിക്കാം. ആ കോൺക്രീറ്റ് റോഡിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്കുള്ള, അതിമനോഹരമായ സ്ഥലത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ എന്താണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് ജസ്റ്റ്, അതായത് നമ്മുടെ കോഴിക്കോട് ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു സൺഡേ ഒരു 2 hour എടുത്തിട്ട് ഒന്ന് പോയി വരാൻ പറ്റിയൊരു കിടിലൻ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ എന്തായാലും വരിക, തീർച്ചയായിട്ടും ഇതൊക്കെ കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വഴിയും കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം.